ഇന്നും വേറൊന്നും അല്ലടാ, ഒരു പൂ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ്. പിന്നെ ഈ പൂ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് മടുത്തെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണമെങ്കിൽ നമുക്കത് മാറ്റി പിടിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു സ്ക്വയർ പേപ്പർ എടുത്ത് വീഡിയോ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി പിടിക്കുക. എന്നിട്ട് അത് നല്ല പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കുക. പിന്നെ പെറ്റൽസിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. പിന്നെ അതൊന്ന് നിവർത്തിട്ട് നല്ല അടിപൊളി ഒരു ഫ്ലവർ കിട്ടും. പിന്നെ അതിൻ്റെ പെറ്റൽസ് എല്ലാം ഒരു പേന കൊണ്ട് സ്കെച്ച് കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അങ്ങനെ ഒരു 5 സെറ്റ് ഫ്ലവേഴ്സ് ചെയ്യുക. പിന്നെ അതിൽ ഓരോ ഫ്ലവറിൽ നിന്നും ഓരോ പെറ്റൽ വീതം മുറിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ആദ്യത്തിൽ നിന്ന് ഒന്നും മുറിക്കേണ്ട, രണ്ടാമത്തേത് നിന്ന് ഒരു പെറ്റൽ, മൂന്നാമത്തേത് നിന്ന് 2, നാലാമത്തേത് നിന്ന് 3 ആൻഡ് ലാസ്റ്റ് അഞ്ചാമത്തേത് 4 എന്നിങ്ങനെ പെറ്റൽസ് ഓർഡറിൽ തന്നെ മുറിച്ചെടുക്കുക. പിന്നെ അത് ഒട്ടിക്കാൻ കുറച്ച് സ്പേസ് കൂടെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് വെച്ചേക്കണേ. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മതി. പിന്നെന്താ, അതൊന്ന് ചേർത്ത് വെച്ച് ഒട്ടിച്ച് ഒന്നിന് മുകളിൽ ഒന്നായി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെട്ടി മാറ്റിയ പെറ്റൽസിലെ അതുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ പൂവിന് മണ്ടയ്ക്ക് വെച്ച് പൂവ് സെറ്റ്. പിന്നെ പൂവ് മാത്രം പോരല്ലോ, കമ്പൂയിലേയും കൂടെ ഒന്ന് സെറ്റാക്കാം. അതിനെ ഒരു ഗ്രീൻ പേപ്പർ ഇതുപോലെ റോൾ ചെയ്ത് ഒട്ടിച്ച് എഡ്ജ് 4 കട്ട് ചെയ്ത് പൂവിന് പുറകിൽ പശ തേച്ച് ഒട്ടിച്ച കമ്പ് റെഡി. പിന്നെ വീഡിയോ കാണുന്ന പോലെ 2 ലീഫ് കൂടി സെറ്റാക്കുക. പിന്നെ ഈ ഇല കണ്ട നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നു കമൻറ്റ് ചെയ്യണേ. ഞാൻ റോസയുടെ ഇല ഉദ്ദേശിച്ച് അച്ഛനെ കാണിച്ച പച്ച വയ്ക്കുന്നതിന് ചെമ്പരത്തിയാണെന്ന് എനിക്കങ്ങ് വല്ലാണ്ടായിടാ. എന്താണെങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കണേ. പിന്നെ എല്ലാം കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൂവ് സെറ്റായി. പിന്നെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ.